അവരുടെ കോമ്പൗണ്ട് വാളെല്ലാം തകർത്തിട്ടിരിക്കുകയാണ്. തകർത്തിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ആ തകർന്ന് കിടന്ന സാധനം മുഴുവൻ വാരിക്കോരി കളയുകയും ചെയ്തു. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള വെൽ പ്ലാനിങ്ങിലുള്ള ലീഗൽ ഒത്താശയോട് കൂടിയ നിയമപരമായ ചില ഒത്താശയോട് കൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അതിനുശേഷം എന്താ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് 10ഓളം സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലം കോൺവെൻറ്റ്, അതിൽ 6 പേര് പ്രായമായ സിസ്റ്റേഴ്സ്, അറൗണ്ട് 80 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന രോഗികളായിട്ടുള്ളവരാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള വാതിലടച്ചു, ഗേറ്റ് അടച്ചു, ജലം പൈപ്പ് ലൈൻ പൊട്ടിച്ചു കളഞ്ഞു. അതിക്രൂരമല്ലേ ഇത് താലിബാനേക്കാൾ കഷ്ടമായിട്ട് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ പ്രവർത്തനം നടന്നിട്ട് പോലും മറ്റൊരു സംവിധാനങ്ങൾ പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ള, കേരളത്തിൽ ജനിച്ചു പോയിട്ടുള്ള മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും നോക്കി നിൽക്കാനാവുമോ? ഇന്നിപ്പോൾ ആ സിസ്റ്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ കണ്ണീരോട് കൂടിയാണ് ഇത് പങ്കുവെച്ചത്. ഞങ്ങളുടെ പ്രായമായ സിസ്റ്റേഴ്സിനെ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, വാഹനങ്ങളില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കടകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിരുന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾക്ക് തലച്ചുമടായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചത്. ഇത്രമാത്രം ക്രൂരത വേറെ എവിടെയാണ് നടക്കുന്നത്? മനസ്സാക്ഷിയുള്ള കേരള സമൂഹം ഇത് ഉണർന്നെഴുന്നേറ്റേ പറ്റൂ ഇതുപോലുള്ള വിഷയത്തിൽ.